അല്ലേ? നല്ല രസാ, നല്ല കോംബോ ആണ് കേട്ടോ. കളർ കോംബോ ഇസ് വെരി നൈസ് കേട്ടോ. റൈറ്റ്. അപ്പൊ ഹൃദയത്തിൻ മധുപാത്രമാണ് പാട്ട്. ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. പേടിയുണ്ടോ? എന്തിന് പേടിയുണ്ടോന്ന് ചോദിച്ചാ ഇല്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, MG അങ്കിൾ ഈ സിനിമയിൽ ഒരു പാട്ടിൽ അഭിനയിച്ചിട്ടില്ലേ? ഉണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചു. ഇല്ല, അന്വേഷിക്കയ്ക്ക് പൊതുവെ MJ അങ്കിളുടെ പാട്ട് മുന്നിൽ പാടാൻ ഇഷ്ടമുള്ള ആളാണ്. ശരിയല്ല. ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിക്കല്ല, ഒരു പാട്ട് ഞാൻ തന്നെ പാടിയതാണ്. അത് ഇനാക്ട് ചെയ്തത് ഞാനാണ്. അത് ഇങ്ങനെയാണ്. നീയില്ലയെങ്കിൽ എനിക്കൊരു വീടില്ല, ഭൂമിയില്ല, ആകാശമില്ല, ഇല്ല നാടോടിയാം കാറ്റും ആ കാറ്റിൽ മാഞ്ചില്ലയിൽ മൈനതൻ പാട്ടും നീയില്ലയെങ്കിൽ. ഇതാണ് ഈ പാട്ടാണ് പാടിയത്. അത് ഓർമ്മിപ്പിക്കണ്ടായിരുന്നു, കാരണം അതിന്റെ അഭിനയമൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും കിടന്ന കൈയായിപ്പോയില്ലേ. ഇന്ന് തന്നെ പോയി കാണണം അല്ലേ? ഇന്ന് അത് കണ്ടിട്ടേ ഓർക്കുള്ളൂ. സിനിമയുടെ പേര് കരയിലേക്ക് ഒരു കടൽ ദൂരം. കരയിലേക്ക് ഒരു കടൽ ദൂരം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു വർക്കാണ്. അതിന് എനിക്ക് ആ ഒരു അവസരം തന്നത് അതിന്റെ ഡയറക്ടർ വിനോദ് മങ്കരയാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ 2 സിനിമകൾ, അതായത് ഞാൻ ചെയ്തത് ഒന്ന് കാംബോജി എന്ന് പറഞ്ഞ സിനിമയാണ്, പിന്നെ ഈ കരയിലേക്ക് ഒരു കടൽ ദൂരം. ഇത് രണ്ടിലും അതിന്റെ മ്യൂസിക്കൽ ഏരിയ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി തന്ന വലിയൊരു ഗിഫ്റ്റ് പോലെയാണ്. എന്ന് പറഞ്ഞാൽ അതിൽ അങ്ങനെ പാട്ടുകൾ ജയൻജിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു. അപ്പോൾ ഇത് ONV സാറാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ONV സാർ നേരത്തെ വർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ എൻ്റെ ഗുരുനാഥന്മാരായിട്ടാണ്. അനുഷ്ക, ദേവരായ മാസ്റ്ററും MBS സാറും ഒക്കെയാണ്. അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ പാട്ട് കേൾക്കണം. അടുത്ത ഗാനം ഉൾക്കടൽ എന്നുള്ള ചിത്രത്തിൽ ചെമ്പക പുഷ്പ സുവാസിതയാമം. ഗാനരചന ONV, സംഗീതം MBS, പാടിയത് യേശുദാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ടാമത്തെ ആളുടെ പേര് വരുമ്പോഴത്തേക്ക് അത് മ്യൂസിക് കമ്പോസർ, ദ ഗ്രേറ്റസ്റ്റ് മ്യൂസിക് കമ്പോസേഴ്സ് ആണ്. അപ്പൊ അതിനിടയിലാണ് അടുത്ത പാട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിൽ ONV സാറും യേശുദാസ് സാറും 2 സൈഡിലുണ്ട്. ഈ നടുക്കത്തെ പേരാണ് എൻ്റെ പേരായിട്ട് വരുന്നത്. അതുകൊണ്ട് എനിക്ക് പേടി തുടങ്ങി. ലിറിക്സ് ആദ്യം എഴുതി കൊടുത്തയൊക്കെയാണ് ചെയ്തത്. ഒരു ലൈൻ, അനുപല്ലവിയിലുള്ള ഒരു ലൈൻ എനിക്ക് ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നി. പറയൂ നിൻ കൈകളിൽ കുപ്പിവളകളോ, മഴവില്ലിൻ മണിവർണ്ണ പൊട്ടുകളോ. ഇവിടെ നിന്നാണ് ഞാൻ ശരിക്കും ഈ പാട്ടിന്റെ ഈണം തുടങ്ങിയത്. എന്നിട്ട് ഇത് ആ ചരണത്തിന്റെ എൻഡില്ലേ, ആ എൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ച് അടുത്ത പല്ലവി എന്താണെന്ന് എനിക്കില്ല. അങ്ങനെയാണ്. അപ്പൊ അതിലേക്ക് എന്ന് കിട്ടിയപ്പോഴാണ് ഹൃദയത്തിൻ പാത്രം നിറയുന്നു സഖി നീയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ, നീയൻ അരികിൽ നിൽക്കേ. അങ്ങനെയാണ് ഒരു ക്ലാസിക്കിന്റെ അങ്ങനെ ഒരു പാട്ട് വന്നതിന്റെ ഒരു കഥ പറഞ്ഞുള്ളൂ. അതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ പാട്ട് അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് വന്നതിൽ ഒരു സലാം. പ്രത്യേകിച്ചും യേശുദാസ് സാറും ചിത്രചേച്ചിയും ഇത് പാടിയിട്ടുണ്ട്. ചിത്രചേച്ചിയുടെ വേർഷനാണോ പാടുന്നത്? ചിത്രചേച്ചിയുടെ. ഓക്കെ ഓക്കെ.
യെസ് അനുഷ്ക കുട്ടി, എന്താ എന്താണ് ഗസ്സിങ്? അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ, ഒരു ഐഡിയ ഇല്ല. ഇല്ല. അപ്പൊ ഇന്നത്തെ റെൻഡിഷന് മോൾക്ക് കിട്ടുന്നത് 97 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്ത് നെക്സ്റ്റ് ടൈം ബ്യൂട്ടിഫുൾ റെൻഡിഷനോടെ തിരിച്ചു വരണം. ഓക്കെ, ഒരു റിയൽ കം ബാക്ക്. ഓക്കെ, ബിക്കോസ് യു ആർ എ ഫാബുലസ് സിംഗർ. ഇപ്പൊ ഗ്രാഫ് അവിടെ അനങ്ങാതെ നിൽക്കുകയാണ്, അതിനെ പിടിച്ച് കുടിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ബൈ. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.